തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം പമ്പയിൽ ആഗോള അയ്യപ്പ ഭക്തസംഗമം എന്ന പേരിൽ ഒരാഗോള നിക്ഷേപ സംഗമം വിളിച്ചുകൂട്ടി. 1300 കോടി രൂപ തരണം എന്ന് പറഞ്ഞു ശബരിമലയെ വികസിപ്പിക്കാൻ. അപ്പോൾ തന്നെ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ, ഭക്തജനങ്ങൾ പറഞ്ഞതാണ് അടുത്ത തട്ടിപ്പിന്റെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനമാണത് എന്ന്. ഏതായാലും അയ്യപ്പൻ അത് കേട്ടു. അയ്യപ്പന്റെ ഇംഗിതമനുസരിച്ച്, അയ്യപ്പന്റെ താല്പര്യമനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ വെളിച്ചത്ത് വരുന്ന കാര്യങ്ങളിലൂടെ അയ്യപ്പൻ പറയുന്നത്, ഇനി കള്ളന്മാരുടെ കയ്യിൽ ഒരു ഉറുപ്പ്യ കൊടുക്കരുത്, ഇതിനു മുമ്പ് കൊടുത്തതെല്ലാം എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തട്ടിപ്പിന് വേണ്ടിയാണ് ഈ സംഗമം നടന്നത്. അതോടെ സംഗമം എന്നുള്ള ആൾക്ക് അവിടെ പരാജയപ്പെട്ടു. അതിനുശേഷമുള്ള അവകാശവാദങ്ങളെല്ലാം പൊള്ളയായിരുന്നു എന്ന് തെളിഞ്ഞു. വീണ്ടും അവര് ഭക്തജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമവും ഇതുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇവരുടെ ശബരിമലയിൽ ചെയ്തു കൂട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ കെടുകാര്യസ്ഥതയ്ക്കും അതുപോലെ തന്നെ ശബരിമലയിലെ ഭക്തന്മാർ നിക്ഷേപിക്കുന്ന അവരുടെ വിയർപ്പിന്റെയും ചോരയുടെയും അവരുടെ അധ്വാനത്തിന്റെയും ഭാഗമായി അവർ നിക്ഷേപിക്കുന്ന നാണയത്തൊട്ടുകൾ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായൊരു സംഭവം, അവിടെ വിതരണം ചെയ്ത അരവണയിൽ വിഷാംശം കൂടുതലാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു കേസ് പോയി. കേസിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം അരവണ പരിശോധിച്ചു. അരവണ പരിശോധിച്ചപ്പോൾ അത് വിതരണം ചെയ്യാൻ പറ്റില്ല, അതിൽ വിഷമാണെന്ന് പറഞ്ഞു. 5.5 കോടി രൂപയുടെ അരവണ ടെന്നുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് അരവണ പാക്കറ്റുകളാണ്. അവസാനം കോടതി അത് നശിപ്പിക്കാൻ പറഞ്ഞു. നശിപ്പിക്കാൻ ടെൻഡർ കൊടുത്തു. അത് നശിപ്പിക്കാൻ 2 കോടി ചെലവ്. ഈ പൈസ ആരുടെ പണമാണ്? അവിടെ സർക്കാരിന് ക്വാളിറ്റി നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമില്ലേ? വിഷമുണ്ടോ നോക്കാനുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനമുണ്ട്. പമ്പയിലെ പരിശോധനയുണ്ട്, സന്നിധാനത്തെ പരിശോധനയുണ്ട്. ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ അസംസ്കൃത വസ്തുക്കൾ പരിശോധിക്കണമെന്നാണ്. നിർമ്മിച്ചതിന് ശേഷം അരവണ ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടും ഈ വിഷം അവർ കണ്ടെത്തിയില്ല. കാരണം ഇവരെല്ലാം ഇതിന്റെ പങ്ക് പറ്റുന്നവരാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായി ഹിന്ദു ഐക്യവേദിയും മറ്റു സംഘടനകളും ശബരിമലയിൽ പോയി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഓരോ കാര്യവും ഞങ്ങൾ പറഞ്ഞത്, അവിടെ നടക്കുന്ന എല്ലാ കരാറുകളിലും വെട്ടിപ്പുണ്ട്, പങ്കുണ്ട്, കമ്മീഷനുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ ലേല നടപടികളിലും വെട്ടിപ്പുണ്ട്, തട്ടിപ്പുണ്ട്, കമ്മീഷനുണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത്. ആ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയോ കാലമായി നമ്മൾ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നു. നിരവധി നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു. ഹിന്ദുക്കൾ, ഇനി ആത്മാഭിമാനമുള്ള ഹിന്ദുക്കൾ 2-1 കൽപ്പിച്ചു, 2-1 തീരുമാനമുണ്ടാകുന്നതുവരെ ഈ പോരാട്ട മുഖത്തുറച്ചു നിൽക്കേണ്ടതുണ്ട്. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ മാത്രം പിടിച്ചെടുത്ത്, ബലപൂർവം പിടിച്ചെടുത്ത്, നുഴഞ്ഞു കയറി അധികാരം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചേൽപ്പിച്ചു ഈ ക്ഷേത്രത്തിൽ ഭക്തന്മാർ നിക്ഷേപിക്കുന്നവരും കവർന്നു കൊണ്ടുപോകുന്ന ഈ സമീപനത്തിനെതിരായിട്ട് ഒറ്റക്കെട്ടായി ഹിന്ദുക്കൾ അണിനിരക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇവിടെ ഹിന്ദു സംഘടനകളും വിശ്വാസികളും നിയമ സംവിധാനങ്ങളുമെല്ലാം നേരത്തെ
പറഞ്ഞത് അക്ഷരം പ്രതി അച്ചട്ടായി മാറുകയാണ്. ഇവർക്ക് വിശ്വാസമില്ല, ഇവർക്ക് ഭക്തിയില്ല. ഇവരിതിലേക്ക് വരുന്നത് ഈ നന്നാക്കാനല്ല, ഇതിനെ തകർക്കാനാണ്, ഇതിനെ ഇല്ലാതാക്കാനാണ്, ഇതിനെ കോളയടിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതികളുടെ രൂപത്തിലായാലും അതിന്റെ ഭരണസമിതിയുടെ രൂപത്തിലായാലും ദേവസ്വം ബോർഡിന്റെ രൂപത്തിലായാലും ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ സേന ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായേ പറ്റൂ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ഭക്തജനങ്ങൾ ഒരുമിച്ചിറങ്ങിയാൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇവരെ ഈ ക്ഷേത്ര സങ്കേതങ്ങളിൽ നിന്നെല്ലാം തുരത്തി ഓടിക്കാൻ സാധിക്കും. അതിനുവേണ്ടി കിറ്റ് ടെമ്പിൾ എന്ന ഒരു മഹാപ്രസ്ഥാനം, അവിശ്വാസികളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനം ആത്മീയ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഇപ്പൊ കേരളത്തിലെ ആത്മീയ ആചാര്യന്മാരുടെ ഒരു യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭാർഗവ കേരളത്തിന്റെ മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന ആ മൂലാധാരത്തിൽ നിന്നും ആരംഭിച്ച് അനന്തപുരിയിൽ ഈ സഹസ്രാരപത്നം വരെ നീണ്ടുകിടക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു ധർമാചാര യാത്ര ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് എറണാകുളം ജില്ലയിലായിരുന്നു. 21-ാം തീയതി അത് അനന്തപുരിയിൽ എത്തിച്ചേരുകയാണ്. കേരളത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിലും പെട്ട സന്യാസിമാർ, എല്ലാ മഠങ്ങളിലുമുള്ള ആചാര്യ ശ്രേഷ്ഠന്മാർ, എല്ലാ മിഷനുകളിലുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, നൂറുകണക്കിന് സന്യാസി ശ്രേഷ്ഠന്മാർ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശീർവാദത്തിൽ സ്വാമി ചിദാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ആ യാത്ര നടന്നു വരികയാണ്. 10,000-കണക്കിന് ആളുകളാണ് ആ യാത്രയിൽ അണിചേരുന്നത്. ആ യാത്ര ഉയർത്തുന്ന സന്ദേശവും ക്ഷേത്ര വിമോചനം എന്ന ആശയം ഉൾപ്പെടെയുള്ള ഹിന്ദു ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള കേരള തനിമ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നടത്തുന്നത്. ആ യാത്രയുടെ സമാപനം ദീപാവലി പിറ്റേന്ന് 21-ാം തീയതി ഈ അനന്തപുരിയിൽ നടക്കുമ്പോൾ ഇവിടെ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഭരണസ്ഥിര കേന്ദ്രത്തിന്റെ ദിഗന്ധങ്ങളെ, അതിന്റെ മതിൽക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട് ഒരു സമരപ്രഖ്യാപനം ഇവിടെ നിന്നുണ്ടാകും, ഇവിടെ നിന്നുണ്ടാകണം. ആ ആചാര്യന്മാരുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആ ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഏറ്റവും അവസാനത്തെ ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ ഭരണകൂടം കിടങ്ങുന്ന, സാമ്രാജ്യങ്ങൾ തകരുന്ന, കോട്ടവത്തലങ്ങൾ ഇളകിയാടുന്ന, കള്ളന്മാർ ഓടിയൊളിക്കുന്ന ഒരു മഹത്തായ പോരാട്ടമായി, മഹത്തായ ജനകീയ മുന്നേറ്റമായി ആ ക്ഷേത്ര വിമോചന പ്രസ്ഥാനത്തെ മാറ്റാൻ, അതിനുവേണ്ടി സമർപ്പിക്കാൻ, അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി ജയിലറ പോകാൻ, അതിനുവേണ്ടി ഭരണകൂടത്തിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ, ചോര ചിന്താൻ, വേണമെങ്കിൽ പൊരുതി മരിക്കാൻ പോലും തയ്യാറായ 10,000 ഒരുമിച്ചിറങ്ങിയാൽ പിണറായി മൺട്രോയുടെ അവതാരമാണ് എന്ന് നേരത്തെ ബിജു ചേട്ടനോട് പറഞ്ഞു. അവതാരം എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമായൊരു സങ്കല്പമാണ്. പിണറായി മൺട്രോയുടെ അവതാരമല്ല, പിണറായി മൺട്രോയുടെ പ്രേതമാണ് എന്നാണ് പറയാനുള്ളത്. ആ പ്രേതത്തെ ആവാഹിച്ച് അവിടെ നിന്ന് ചാവിട്ടി പുറത്താക്കാൻ ഒരു ജനകീയ മുന്നേറ്റം ഇവിടെ നടത്താൻ മുഴുവൻ ആളുകളും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.